Table of Fields with Views എന്ന സ്പോക്കൺ ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം. ഈ ട്യൂട്ടോറിയലിൽ നമ്മൾ ഫീൽഡിന്റെ ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്നത് പഠിക്കുന്നു. ഈ ട്യൂട്ടോറിയൽ രേഖപ്പെടുത്തുവാൻ ഞാൻ ഉപയോഗിക്കുന്നത് ഉബുണ്ടു ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം, Drupal 8, ഫയർഫോക്സ് വെബ് ബ്രൗസർ തുടങ്ങിയവയാണ്. താങ്കളുടെ ഇഷ്ടാനുസരണം ഏത് വെബ് ബ്രൗസറും ഉപയോഗിക്കാം. ഫീൽഡിന്റെ ടേബിൾ എന്താണെന്ന് നമ്മൾ പഠിക്കും. ഒരു ടേബിളിൽ ഫ്യൂച്ചർ ഇവന്റ്സിന്റെ ലിസ്റ്റ് ഡിസ്പ്ലേ കാണിക്കണം എന്ന് വിചാരിക്കുക. ഇവിടെ യൂസർക്ക് ഇവന്റ്സിന്റെ ഡീറ്റെയിൽസും അതിന്റെ ഡേറ്റുകളും കാണാവുന്നതാണ്. ഇവിടെ കാണിച്ചിരിക്കുന്ന ഫീൽഡ് ഇവന്റ്സ് കണ്ടന്റ് ടൈപ്പ് ആണ്. നമ്മൾ ഇവിടെ ചില ഇവന്റ്സിന്റെ ചില ഫീൽഡുകൾ കാണിക്കുന്നു. പ്രത്യേകിച്ച് കറന്റ് ടൈം കഴിഞ്ഞു വരുന്ന ഡേറ്റുകൾ ഉള്ള ഇവന്റ്സ് മാത്രം ഡിസ്പ്ലേ ചെയ്യുന്നു. ഇങ്ങനെയുള്ള തിരഞ്ഞെടുക്കപ്പെട്ട കണ്ടന്റുകളുടെ ലിസ്റ്റ് റിപ്പോർട്ട്സ് അല്ലെങ്കിൽ ക്വറി റിസൾട്ട് എന്നാണ് വേറെ പ്രോഗ്രാമിൽ പറയുന്നത്. ഫീൽഡിന്റെ ടേബിളിനു വേണ്ടി നമുക്ക് ഒരു വ്യൂ ഉണ്ടാക്കാം. നമുക്ക് നേരത്തെ ഉണ്ടാക്കിയ വെബ്സൈറ്റ് തുറക്കാം. ഷോർട്ട്കട്ടിൽ പോയി പിന്നീട് വ്യൂസ് എന്നതിൽ പോകുക. ആഡ് ന്യൂ വ്യൂ എന്നതിൽ ക്ലിക്ക് ചെയ്യുക. നമ്മൾ ഇതിന് അപ്കമിംഗ് ഇവന്റ്സ് എന്ന് പേര് കൊടുക്കുന്നു. ഇപ്പോൾ കണ്ടന്റ് ഓഫ് ടൈപ്പിലെ ഓൾ എന്നത് ഇവന്റ്സ് എന്നാക്കി മാറ്റുക. ഇത് ഏത് കണ്ടന്റ് ടൈപ്പിനും ചെയ്യാവുന്നതാണ്. ലോഗ് എൻട്രീസ്, ഫയൽസ്, കണ്ടന്റ് റിവിഷൻസ്, ടാക്സോണമി ടേംസ്, യൂസേഴ്സ്, കസ്റ്റം ബ്ലോക്സ് എന്നിവ. ഇപ്പോൾ സോർട്ടഡ് ബൈ ന്യൂവസ്റ്റ് ഫസ്റ്റ് ആയി വിടുന്നു. ക്രിയേറ്റ് പേജ് എന്നത് ചെക്ക് ചെയ്യുക. ഡിസ്പ്ലേ ഫോർമാറ്റ് ചെക്ക് ചെയ്യുക. ടേബിൾ ഓഫ് ഫീൽഡ്സ് തിരഞ്ഞെടുക്കുക. ഐറ്റംസ് ടു ഡിസ്പ്ലേ എന്നതിൽ നമ്മൾ ഡിഫാൾട്ട് വാല്യൂ 10 ആയി സൂക്ഷിക്കുന്നു. യൂസ് എ പേജർ ചെക്ക് ചെയ്യുക. ക്രിയേറ്റ് എ മെനു ലിങ്ക് ചെക്ക് ചെയ്യുക. മെനു എന്നതിനു താഴെ നമ്മൾ മെയിൻ നാവിഗേഷൻ തിരഞ്ഞെടുക്കും. ലിങ്ക് ടെക്സ്റ്റിനെ അപ്കമിംഗ് ഇവന്റ്സ് എന്ന് വിളിക്കും. നമ്മുടെ മെനുസ് ഇപ്പോൾ നല്ലവണ്ണം ഓർഗനൈസ്ഡ് അല്ല. ഇത് നമ്മൾ ഉടനെ ചെയ്യുന്നതായിരിക്കും. സേവ് ആൻഡ് എഡിറ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. നമുക്ക് നമ്മുടെ 5 ക്വസ്റ്റ്യനുകളിലേക്ക് പോകാം. ഡിസ്പ്ലേ ഒരു പേജ് ആണ്. ഫോർമാറ്റ് ഒരു ടേബിൾ ആണ്. ഫീൽഡ്സിന് താഴെ നമുക്ക് ടൈറ്റിൽ ഉണ്ട്. ഫിൽറ്റർ ക്രൈറ്റീരിയയിൽ നമുക്ക് അപ്കമിംഗ് ഇവന്റ്സ് മാത്രം മതി. അതുകൊണ്ട് നമ്മൾ അത് മാറ്റണം. സോർട്ട് ക്രൈറ്റീരിയ തെറ്റാണ്. കാരണം ഇപ്പോൾ അത് പബ്ലിഷ്ഡ് ഡേറ്റിൽ ആണ്. നമുക്ക് അത് ഇവന്റ് ഡേറ്റ് എന്ന ഓർഡറിലാണ് വേണ്ടത്. സ്റ്റാർട്ട് ചെയ്യുവാൻ സേവ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. മധ്യഭാഗത്ത് നമുക്ക് നമ്മുടെ പേജ് സെറ്റിംഗ്സ് ഉണ്ട്. പാത്ത്, മെനു, ആക്സസ് പെർമിഷൻ എന്നിവ നമുക്കുണ്ട്. ഇപ്പോൾ എല്ലാവർക്കും ലാൻഡിംഗ് പേജിലേക്ക് ആക്സസ് ചെയ്യാം. ആഡ് ബട്ടൺസിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഹെഡർ അല്ലെങ്കിൽ ഫൂട്ടർ ചേർക്കാവുന്നതാണ്. റിസൾട്ട് ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് എന്തും ചേർക്കാം. ഒരു പേജിൽ എത്ര ഐറ്റം കാണിക്കണം എന്ന് സ്പെസിഫൈ ചെയ്യാം. വ്യൂവിനു താഴെ റീഡ് മോർ ലിങ്കോട് കൂടിയ ഒരു പേജർ ഉണ്ടോ ഇല്ലയോ. അഡ്വാൻസ്ഡ് ടാബിന് താഴെയുള്ളവ ഈ ട്യൂട്ടോറിയലിൽ നമ്മൾ കവർ ചെയ്യുന്നില്ല. നമ്മൾ ഇവന്റ്സ്, യൂസർ ഗ്രൂപ്പ്സ് എന്നിവ കണക്ട് ചെയ്തതാണ്. നമുക്ക് യൂസർ ഗ്രൂപ്പിൽ നിന്നും ഇൻഫർമേഷൻ എടുക്കാവുന്നതാണ്. ഇത് നമ്മുടെ ഇവന്റ്സ് സ്പോൺസർ ചെയ്യുന്നു. ഇത് വ്യൂവിലേക്ക് ചേർക്കാം. ഇത് നമ്മൾ ക്രിയേറ്റ് ചെയ്ത റിലേഷൻഷിപ്സ്, കണ്ടെക്സ്റ്റ് എന്നിവ ഉപയോഗിച്ചുകൊണ്ടാണ്. നമുക്ക് ടേബിളിന് വേണ്ട ഫീൽഡുകൾ ചേർക്കാം. ഇവന്റ് ഡേറ്റ് എന്ന ഫീൽഡ് കാണുന്നതുവരെ താഴേക്ക് സ്ക്രോൾ ചെയ്യുക. ഞാൻ എന്റെ ഫീൽഡുകൾ കണ്ടന്റ് ടൈപ്പ് നെയിം ഉപയോഗിച്ച് ശ്രദ്ധിച്ച് ലേബൽ ചെയ്യുന്നു. അതുകൊണ്ട് നമുക്ക് അത് പിന്നീട് വ്യൂസ് എന്നതിൽ കാണാവുന്നതാണ്. ഇവന്റ് ഡേറ്റ് എന്നതിൽ ചെക്ക് മാർക്ക് കൊടുക്കുക. പിന്നീട് അപ്ലൈ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമ്മൾ ചില സെറ്റിംഗ്സ് തിരഞ്ഞെടുക്കുന്നു. ഇപ്പോൾ ക്രിയേറ്റ് എ ലേബൽ, പ്ലേസ് എ കോളൻ എന്നീ ഓപ്ഷനുകൾ ചെക്ക് ചെയ്യുക. ഡേറ്റ് ഫോർമാറ്റ് എന്നത് ഡിഫാൾട്ട് ആയി തന്നെ വിടുക. അല്ലെങ്കിൽ മീഡിയം ഡേറ്റ് ആയി വിടുക. ഇപ്പോൾ ഏതാണെങ്കിലും കുഴപ്പമില്ല. അവസാനമായി
അപ്ലൈ ഓൾ ഡിസ്പ്ലേ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമുക്ക് രണ്ട് കോളങ്ങളുണ്ട്, ടൈറ്റിൽ, ഇവന്റ് ഡേറ്റ്. നമുക്ക് അടുത്ത ഫീൽഡ് ചേർക്കാം. ആഡ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ഇനി ഇവന്റ് ലോഗോ കാണുന്നതുവരെ താഴേക്ക് സ്ക്രോൾ ചെയ്യുക. അത് തിരഞ്ഞെടുത്ത് അപ്ലൈ എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ഈ സമയം ക്രിയേറ്റ് എ ലേബൽ എന്ന ഓപ്ഷൻ അൺചെക്ക് ചെയ്യുക. തംബ്നെയിൽ എന്നതിന്റെ ഇമേജ് സ്റ്റൈൽ നമുക്ക് തിരഞ്ഞെടുക്കാം. ലിങ്ക് ഇമേജ് ടു എന്ന ഡ്രോപ്പ് ഡൗണിന് താഴെയുള്ള കണ്ടന്റ് തിരഞ്ഞെടുക്കുക. അടുത്ത ട്യൂട്ടോറിയലുകളിൽ ഈ ലേഔട്ടിനു വേണ്ടിയുള്ള ഇമേജ് സ്റ്റൈൽ ക്രിയേറ്റ് ചെയ്യുവാൻ പഠിക്കും. പക്ഷേ ഇപ്പോൾ നമ്മൾ തംബ്നെയിൽ തിരഞ്ഞെടുക്കുന്നു. അപ്ലൈ എന്നതിൽ ക്ലിക്ക് ചെയ്യുക. പിന്നീട് പ്രിവ്യൂ എന്നതിൽ ക്ലിക്ക് ചെയ്യുക. പ്രിവ്യൂവിൽ തംബ്നെയിൽ കാണാം. ഇത് ഓരോ ഇവന്റിനും ഡിവൽ ക്രിയേറ്റ് ചെയ്തതാണ്. തിരിച്ചുപോയി വീണ്ടും ആഡിൽ ക്ലിക്ക് ചെയ്യുക. ഈ സമയം താഴേക്ക് സ്ക്രോൾ ചെയ്ത് ഒരേ സമയം ഒന്നിലധികം ഫീൽഡുകൾ തിരഞ്ഞെടുക്കുക. ഇവന്റ് ടോപ്പിക്സ്, ഇവന്റ് വെബ്സൈറ്റ് എന്നിവ തിരഞ്ഞെടുക്കുക. പിന്നീട് അപ്ലൈ ഓൾ ഡിസ്പ്ലേസ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അടുത്ത പേജിൽ എല്ലാം അതുപോലെ തന്നെ വിടുക. അപ്ലൈ എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ശ്രദ്ധിക്കുക, നമുക്ക് ഒരു വ്യൂവിൽ ഒരു സമയത്ത് രണ്ട് ഫീൽഡുകൾ സെറ്റപ്പ് ചെയ്യാം. അവ ഓരോന്നിനും അവയുടെ സെറ്റിംഗ്സ് സ്ക്രീൻ ഉണ്ടായിരിക്കും. ഒരിക്കൽ കൂടി അപ്ലൈ ഓൾ ഡിസ്പ്ലേസ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. നമുക്ക് ഇവന്റ് ടോപ്പിക്സ്, ഇവന്റ് വെബ്സൈറ്റ് എന്നിവ ഉണ്ട്. നമുക്ക് ടൈറ്റിൽ, ഡേറ്റ്, ടോപ്പിക്സ്, വെബ്സൈറ്റ് എന്നിവ ഉണ്ട്. സേവ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. അതാത് സമയം എല്ലാം സേവ് ചെയ്യുന്നത് ഒരു നല്ല ശീലമാണ്. നമുക്ക് നോക്കാം. നമ്മുടെ ഡിസ്പ്ലേ എന്നത് ഒരു പേജാണ്. നമ്മുടെ ഫോർമാറ്റ് എന്നത് ഒരു ടേബിൾ ആണ്. നമ്മുടെ ഫീൽഡുകൾ സെറ്റ് ചെയ്തു. ഫിൽട്ടർ ക്രൈറ്റീരിയ, സോർട്ട് ക്രൈറ്റീരിയ എന്നിവ ഇപ്പോഴും തെറ്റാണ്. ഫിൽട്ടർ ക്രൈറ്റീരിയ ചേർക്കുവാൻ ആഡ് ബട്ടൺ എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ഇവന്റ് ഡേറ്റ് കാണുന്നതുവരെ താഴേക്ക് സ്ക്രോൾ ചെയ്യുക. ഇവന്റ് ഡേറ്റ് തിരഞ്ഞെടുക്കുക. അപ്ലൈ എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ഈ സ്ക്രീൻ വളരെ പ്രധാനപ്പെട്ടതാണ്. ഓപ്പറേറ്റർ ഡ്രോപ്പ് ഡൗണിന് താഴെ നമ്മൾ ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്ന് തിരഞ്ഞെടുക്കും. വാല്യൂ ടൈപ്പിന് താഴെ ഇന്നത്തെ ഡേറ്റ് ഇട്ടാൽ അത് സൗകര്യമാവില്ല. ദിവസവും ഒരു പുതിയ ഡേറ്റ് ഇടേണ്ടി വരും. പക്ഷേ നമുക്ക് ആൻ ഓഫ്സെറ്റ് ഓഫ് ദ കറന്റ് ടൈം എന്നത് തിരഞ്ഞെടുക്കാം. വാല്യൂ എന്ന ഫീൽഡിൽ നൗ എന്ന വാക്ക് ടൈപ്പ് ചെയ്യാം. ഇത് അർത്ഥമാക്കുന്നത് കറന്റ് ടൈമിന് ശേഷമുള്ള ഇവന്റുകൾ ഡിസ്പ്ലേ ചെയ്യപ്പെടും എന്നാണ്. കറന്റ് ടൈം നമ്മൾ ഇപ്പോൾ ക്രിയേറ്റ് ചെയ്യുന്ന ടൈം അല്ല, അത് യൂസർ കാണുമ്പോഴുള്ള ടൈമാണ്. അതുകൊണ്ട് യൂസർ ഫ്യൂച്ചർ ഇവന്റ്സ് മാത്രമേ കാണുകയുള്ളൂ. അപ്ലൈ എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ഡിവൽ ക്രിയേറ്റ് ചെയ്ത ഡമ്മി കണ്ടന്റ് കാണാൻ കഴിഞ്ഞാൽ അത് ഫ്യൂച്ചർ ഡേറ്റുകൾ ഒന്നും തരില്ല. വ്യൂ ശരിക്ക് വർക്ക് ചെയ്യുന്നുണ്ടോ എന്നറിയുവാൻ ചില ഇവന്റുകൾ മാനുവലി അപ്ഡേറ്റ് ചെയ്യാം. ചില ഇവന്റുകൾ കണ്ടുപിടിച്ച് ഭാവിയിൽ ഇവന്റ് ഡേറ്റ് മാറ്റാവുന്നതാണ്. കണ്ടന്റ് എന്നതിൽ പോയി ഇവന്റ് ടൈപ്പ് ഫിൽട്ടർ ചെയ്യുക. ഏതെങ്കിലും ഒരു ഇവന്റ് തിരഞ്ഞെടുത്ത് എഡിറ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. പിന്നീട് ഡേറ്റ് പിന്നെ ഒരു ദിവസത്തേക്ക് മാറ്റുക. സേവ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ട്യൂട്ടോറിയൽ നിർത്തിയിട്ട് 6-7 ഇവന്റുകൾ അപ്ഡേറ്റ് ചെയ്യുക. നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ട്യൂട്ടോറിയലിലേക്ക് തിരിച്ചു വരിക. ഷോർട്ട്കട്ട്സിൽ പോയി വ്യൂസ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. അപ്കമിംഗ് ഇവന്റ്സ് കണ്ടുപിടിച്ച് എഡിറ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. നമ്മൾ നിർത്തിയ വ്യൂ എഡിറ്റിംഗ് ചെയ്യുവാൻ തിരിച്ചു പോകുന്നു. പ്രിവ്യൂ കാണുവാനായി താഴേക്ക് സ്ക്രോൾ ചെയ്യുക. ഇവന്റ് ഡേറ്റ് ശരിയായി ഫിൽട്ടർ ചെയ്ത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു നൗ എന്നാക്കി മാറ്റുന്നു. അടുത്തത് സോർട്ട് ക്രൈറ്റീരിയ നിർബന്ധമായും ചെക്ക് ചെയ്യണം. സ്വതവേ ദ്രുപൽ കണ്ടന്റുകൾ ഡിസെൻഡിംഗ് ഓർഡറിലാണ് സോർട്ട് ചെയ്യുന്നത്. ഇവന്റ്സിന് ഇവന്റ് ഡേറ്റ് അസെൻഡിംഗ് ഓർഡറിൽ ആവുന്നതാണ് നല്ലത്. ഇത് മാറ്റുവാൻ ഓതർഡ് ഓൺ, റിമൂവ് എന്നിവ ക്ലിക്ക് ചെയ്യുക. ആഡ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ഇവന്റ് ഡേറ്റ് കാണുന്നതുവരെ താഴേക്ക് സ്ക്രോൾ ചെയ്യുക. അപ്ലൈ എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഓർഡറിന് താഴെ സോർട്ട് അസെൻഡിംഗ് എന്നത് തിരഞ്ഞെടുക്കുക.
ഇത് ഇന്നു മുതൽ നമ്മുടെ ഇവന്റുകൾ സോർട്ട് ചെയ്യുന്നു. അപ്ലൈ എന്നതിൽ ക്ലിക്ക് ചെയ്യുക. നമ്മൾ ഇപ്പോൾ ഇവന്റ്സ് അപ്ഡേറ്റ് ചെയ്ത് സോർട്ട് ക്രൈറ്റീരിയ ശരിയായി സെറ്റ് ചെയ്തു. നമുക്ക് ഇതുപോലെ കാണപ്പെടുന്ന ഒരു ലിസ്റ്റ് കാണാം. എല്ലാ ഇവന്റുകളും ഭാവിയിൽ വരുന്നുണ്ട്. ഇവ ഇവന്റ് ഡേറ്റ് ഓർഡറിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. മുൻപോട്ട് പോകുന്നതിന് മുൻപ് സേവിൽ ക്ലിക്ക് ചെയ്തു എന്ന് ഉറപ്പുവരുത്തുക. ഈ പ്രത്യേക വ്യൂവിൽ നമ്മൾ ഒരു കാര്യം കൂടി ചെയ്യുവാൻ പോകുന്നു. ടൈറ്റിൽ, ലോഗോ എന്നീ കോളങ്ങൾ കമ്പൈൻ ചെയ്ത് ടൈറ്റിലും ഇവന്റ് ഡേറ്റും സോർട്ട് ചെയ്യുക. ഇങ്ങനെ ചെയ്യുമ്പോൾ ടൈറ്റിൽ ക്ലിക്ക് ചെയ്യുക. അത് ആ ഫീച്ചറിനനുസരിച്ച് സോർട്ട് ചെയ്യപ്പെടും. തിരിച്ച് മുകളിലേക്ക് സ്ക്രോൾ ചെയ്യാം. ഫോർമാറ്റ് എന്നതിലെ ടേബിൾ ലൊക്കേറ്റ് ചെയ്യുക. അടുത്തതായി സെറ്റിംഗ്സ് എന്ന വേർഡിൽ ക്ലിക്ക് ചെയ്യുക. കണ്ടന്റ് ഇവന്റ് ലോഗോയിൽ കോളം ഡ്രോപ്പ് ഡൗൺ എന്നത് ടൈറ്റിൽ ആക്കി മാറ്റുക. മുകളിലുള്ള സെപ്പറേറ്ററിന് ഒരു സിമ്പിൾ ലൈൻ ബ്രേക്ക് കൊടുക്കുക. ടൈറ്റിൽ, ഇവന്റ് ഡേറ്റ് എന്നീ കോളങ്ങൾ അസെൻഡിംഗ് ഓർഡറിൽ സോർട്ടബിൾ ആക്കുക. അപ്ലൈ എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ടൈറ്റിൽ, ലോഗോ എന്നിവ ഒരേ കോളത്തിലും ടൈറ്റിൽ, ഇവന്റ് ഡേറ്റ് എന്നിവ സോർട്ടബിളും ആണ്. ടൈറ്റിൽ എന്നത് ഇവന്റ് നെയിം ആക്കുക. ക്ലിക്ക് ചെയ്യുക. ലേബലിൽ ടൈറ്റിൽ എന്നത് ഇവന്റ് നെയിം ആക്കുക. താഴെ പ്രിവ്യൂ ഏരിയയിലേക്ക് സ്ക്രോൾ ചെയ്യുക. നമ്മുടെ ഇവന്റ് നെയിം, ലോഗോ, ഡേറ്റ് എന്നിവ സെറ്റ് ചെയ്തു. വരും ട്യൂട്ടോറിയലുകളിൽ നമ്മുടെ ലോഗോ സൈസ് മാറ്റുവാൻ പഠിക്കും. ഇത് കൂടുതൽ നല്ലതാണ്. ഇപ്പോൾ സേവ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. നമ്മുടെ വ്യൂ നമുക്ക് ടെസ്റ്റ് ചെയ്യാം. ബാക്ക് ടു സൈറ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് ഹോം പേജിലേക്ക് പോകുക. അപ്കമിംഗ് ഇവന്റ്സ് ക്ലിക്ക് ചെയ്യുക. ഭാവിയിൽ വരുന്ന എല്ലാ ഇവന്റുകളും ലേഔട്ട് ചെയ്യുന്ന ഒരു ടേബിൾ നമുക്ക് കാണാം. ഇത് നമുക്ക് ഇവന്റ് നെയിം, ഇവന്റ് ഡേറ്റ് എന്നിവയ്ക്കനുസരിച്ച് കാണാവുന്നതാണ്. ഇതോടുകൂടി നമ്മൾ നമ്മുടെ ആദ്യത്തെ ടേബിൾ വ്യൂ പൂർത്തിയാക്കി. നമുക്ക് ചുരുക്കി പറയാം. ഈ ട്യൂട്ടോറിയലിൽ നമ്മൾ പഠിച്ചത് ഫീൽഡ്സ് എന്നതിന്റെ ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്നതാണ്. ഈ വീഡിയോ അക്യുവ, OS ട്രെയിനിംഗ് എന്നിവയിൽ നിന്ന് സ്വാംശീകരിച്ച് IIT ബോംബെയിൽ സ്പോക്കൺ ട്യൂട്ടോറിയൽ പ്രോജക്റ്റ് പുതുക്കി നിശ്ചയിച്ചു. ഈ ലിങ്കിൽ ലഭ്യമായ വീഡിയോ സ്പോക്കൺ ട്യൂട്ടോറിയൽ പ്രോജക്റ്റ് സംഗ്രഹിക്കുന്നു. ദയവായി ഡൗൺലോഡ് ചെയ്ത് കാണുക. സ്പോക്കൺ ട്യൂട്ടോറിയൽ പ്രോജക്റ്റ് ടീം വർക്ക്ഷോപ്പുകൾ സംഘടിപ്പിച്ച് സർട്ടിഫിക്കറ്റുകൾ നൽകുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ദയവായി എഴുതുക. സ്പോക്കൺ ട്യൂട്ടോറിയലിന് ഫണ്ട് കൊടുത്തത് NMEICT, മിനിസ്ട്രി ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ്, NVLI, മിനിസ്ട്രി ഓഫ് കൾച്ചർ, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. IIT ബോംബെയിൽ നിന്നും വിജി നായർ. പങ്കെടുത്തതിന് നന്ദി.